എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റിയിട്ട് മാത്രമല്ല, പൊതുവേ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ കേരളത്തിന് ഭ്രാന്ത് പിടിച്ചു എന്ന് വേണം പറയാൻ. വെറും ഭ്രാന്തല്ല, ഇതൊരു കുട്ടിക്കളിയല്ല, മുഴുത്ത ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന്. ലജ്ജാകരമാണ് സത്യത്തിൽ അത് ഓർക്കുന്നത് പോലും. എന്തുകൊണ്ടായിരിക്കും? ആണും പെണ്ണും ഒക്കെ എന്താണ് പറയുന്നത്, വളരെ മൃഗീയമായ രീതിയിൽ ആരെയും കൊല്ലുന്നതിനും ആണിനും പേടിയില്ല, പെണ്ണിനും പേടിയില്ല. ഒക്കെത്തിന് കാരണം എന്തായിരിക്കും? എത്ര പൈശാചികമായിട്ട് വേണമെങ്കിലും അവർ കൊലപാതകം ചെയ്യും. മുന്നിൽ നിൽക്കുന്നത് സഹോദരങ്ങളെന്നോ അമ്മയെന്നോ പെങ്ങളെന്നോ കാമുകിയെന്നോ അപ്പൂപ്പനെന്നോ അമ്മൂമ്മയെന്നോ എന്നൊരു ഭേദവും ആർക്കുമില്ല. എല്ലാത്തിനും കാരണം എന്തായിരിക്കും? സർക്കാർ ഇത് വല്ലതും അറിയുന്നുണ്ടോ ആവോ? എന്തായാലും ഇത്രയും വലിയ പൈശാചികമായ ക്രൂര കൃത്യങ്ങളൊക്കെ നടന്നിട്ടും നമ്മുടെ ഭരണകർത്താക്കളുടെ, നമ്മളെ ഭരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയോ മറ്റുള്ള ആരുടെയും തന്നെ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഈ നടന്ന വെഞ്ഞാറമൂട് നടന്ന കൂട്ടക്കൊലപാതകത്തെ പറ്റിയാണെങ്കിൽ പോലും നമ്മുടെ മുഖ്യൻ്റെയൊന്നും യാതൊരുവിധ പ്രതികരണവും നമ്മൾ ഒരു ചാനൽ വഴിയും കാണാനിടയായിട്ടില്ല. ഇനി ഒരു പക്ഷേ മറ്റ് ചാനലുകാർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊന്നും എടുക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഇനി അദ്ദേഹം മറ്റ് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വിദേശത്താണോ എന്നും നമുക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റുള്ള ആരെല്ലാമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നമ്മളെ ഭരിക്കുന്ന ആരെല്ലാമുണ്ട്, ഏതെല്ലാം തസ്തികയിൽ വർക്ക് ചെയ്യുന്ന മന്ത്രിമാരുണ്ട്, അവരുടെ ആരുടെയും ഈ ഒരു സംഭവത്തെ ചൊല്ലിയിട്ടുള്ള പ്രതികരണങ്ങളൊന്നും ഞാൻ കേട്ടിരുന്നില്ല. ഒരു ചാനലിലൂടെയും ഞാൻ കേട്ടിരുന്നില്ല. ഇനി ഞാൻ കേൾക്കാഞ്ഞതാണോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളാരെങ്കിലും മറ്റാർക്കുള്ളെങ്കിലും പ്രതികരണം കേട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ശരിക്കും പറയുകയാണെങ്കിൽ കേരളം എന്ന ഈ സംസ്ഥാനത്തിന് മുഴുഭ്രാന്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഈ ഒരു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആണെന്നോ പെണ്ണെന്നോ ഉള്ള യാതൊരുവിധ ഭേദവുമില്ല. ആർക്കും എന്തും ആരെയും ചെയ്യാം, പറയാം എന്നൊക്കെയുള്ള ഒരു തൻ്റെ ഇടമുണ്ടായിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ മുഖ്യന് തന്നെ നാണക്കേടാണ് കേട്ടോ. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഈ ഒരു കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 9 വർഷത്തോളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കേരളം ഇത്രയേറെ അധപ്പതിച്ച് വരുമ്പോൾ അത് താങ്കൾക്ക് തന്നെ അപമാനമാണ്. അതുകൊണ്ട് താങ്കൾ മുൻകൈയെടുത്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്നൊരു അപേക്ഷ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കാണാം. എന്താ ഇവിടെ നടക്കുന്നത് അല്ലേ? പിള്ളേർ സെറ്റ് മാത്രമല്ല, മദ്യവും മയക്കുമരുന്നും ലഹരികളൊക്കെ അടിച്ച് കയറ്റുന്നത് നോക്കൂ. കുലസ്ത്രീ ആഹാ, DNA ടെസ്റ്റ് നടത്തിയാലും DNA ആണ് കേട്ടോ. DNA ടെസ്റ്റ് നടത്തിയാലും ഒരു പൈൻറ്റ് കുടിച്ചതേ എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ സ്വന്തം പൈസയ്ക്കല്ലേ ഞാൻ കുടിച്ചത് എന്നാണ് തള്ള ചോദിക്കുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 300 രൂപയ്ക്ക് ഒരു പൈൻ്റ് അടിച്ചതേ ഉള്ളൂ, അത് എൻ്റെ ഇഷ്ടം, പിന്നെ പോ എന്നൊന്നും പറയണ്ട, ഞാൻ പൊയ്ക്കോളാം എന്നാണ് പറയുന്നത്. എന്താല്ലേ പേടിച്ച കാരണം പോളക്ക് 2 എണ്ണം കൊടുക്കേണ്ടതാ ഇതിനൊക്കെ. സാറന്മാരങ്ങനെ വടിയും കൊണ്ടും കമ്പും കൊണ്ടും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലേ എൻ്റെ 10,000 രൂപയുടെ ഫോൺ ഇങ്ങത്താ എന്നിങ്ങനെ പറയാണ്. എനിക്ക് തോന്നുന്നു പോലീസുകാർ ഇവരുടെ ഫോണൊക്കെ മേടിച്ച് വെച്ചു എന്ന് തോന്നുന്നു, അറിയില്ല വ്യക്തമായിട്ട്. ഇവർ പറയുന്നത് അങ്ങനെയാണ് കേട്ടോ.
പറഞ്ഞു തീർന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നാടോടി നൃത്തം പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നാടോടി നൃത്തത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നാടോടി നൃത്തത്തിൽ ഇത് ഇങ്ങനെ വീഴുന്ന ഒരു രംഗം എല്ലാ നാടോടി നൃത്തത്തിലും കാണും. അപ്പോൾ എന്തായാലും ഇവർ നന്നായിട്ട് വീഴുന്നുണ്ട് കേട്ടോ, അതൊന്ന് കാണാം. മുതുക്ക് ചക്ക വെട്ടിയിട്ടത് പോലെ ഉണ്ട്. നല്ല ഒന്നാം തരം തെറിയും വിളിക്കുന്നുണ്ട്. അയ്യോടാ, ശരിക്കും പറയുകയാണെങ്കിൽ വനിതാ പോലീസുകാർ പറയുന്നത് എന്താണെന്ന് അറിയുമോ? എണീക്കിപ്പോൾ നാരങ്ങ വെള്ളം മേടിച്ചു തരാമെന്ന്. എന്താ അല്ലേ, 2 പേരെ തട്ടിയിട്ട് വന്നവന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ബിരിയാണി മേടിച്ചു കൊടുക്കുന്നു. പരസ്യമായിട്ട് മദ്യപിച്ച് തലയും കുത്തി കിടക്കുന്ന ഒരുത്തിക്കും നാരങ്ങ വെള്ളം മേടിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. പിന്നെ നമ്മുടെ നാടിങ്ങനെ പോരെയല്ലേ ഉള്ളൂ, പിന്നെ എന്താ? ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും പോലീസുകാരികളുണ്ട്, നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണുമ്പിള്ള കിടന്ന് കാണിക്കുന്നതിന് ഇത്രയേറെ ക്ഷമയോടുകൂടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിടിച്ച് വലിച്ചെടുത്ത് ജീപ്പിനകത്തിട്ട് കൊണ്ടുപോകണം പൊതുജനങ്ങൾ കാണച്ചലെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് കൂടി ഒരു പേടിയൊക്കെ തോന്നത്തുള്ളൂ. ഇത് അവരെ നാരങ്ങ വെള്ളം മേടിച്ച് തരാം, അത് വാങ്ങിച്ചു തരാം, ഇത് വാങ്ങിച്ചു തരാം, പോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവർ സ്റ്റേഷനിൽ കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ ഇവർ രീതി അങ്ങ് മാറുമായിരിക്കും. പക്ഷേ അത് ഈ പറയുന്ന ഈ പോലീസുകാർക്കും അതുപോലെ തന്നെ ഈ അനുഭവത്തിൽ വരുന്ന വ്യക്തികൾക്ക് മാത്രമേ അറിയൂ. കണ്ടു നിൽക്കുന്നവർക്ക് അറിയില്ല. അവർ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇവരെ കിടന്ന് തൊഴുന്നത് പോലെ ഇവരെ പിന്നാലെ നടക്കുന്നതല്ലേ കാണുന്നത്. ശരിക്കും പൊതുജനം ഭയക്കണം. പോലീസിൻ്റെ ഓരോ പ്രവൃത്തികളും കാണുമ്പോൾ പൊതുജനം ഭയക്കണം. പൊതുജനം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ വന്ന് പോലീസുകാരെല്ലാവരെയും വരട്ട് ഉപദ്രവിക്കുകയും ചെയ്യണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. പോലീസ് എന്ന ആ ഒരു പദവിയോട് മറ്റുള്ളവർക്ക് ബഹുമാനവും ഭയവും കലർന്ന അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ബഹുമാനം കലർന്ന ഒരു ഭയം ഉണ്ടാവണം. അതിന് പോലീസുകാർ തന്നെ വിചാരിക്കണം. ബഹുമാനം വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ബഹുമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു ക്യാരക്ടറായി മാറണം പോലീസുകാർ. ശരിക്കും പലയിടത്തും നല്ല നല്ല പോലീസുകാർ ഒരുപാട് പേരുണ്ട്. എന്നാൽ വളരെയധികം മ്ലേച്ഛമായിട്ട് മറ്റുള്ളവരോട് പെരുമാറുന്നവരും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള സ്ത്രീകളെയൊന്നും തൊഴുതു നിൽക്കേണ്ട ആവശ്യമൊന്നും, നാരങ്ങ വെള്ളം മേടിച്ച് തരാം, ബിറുങ്ങാണി മേടിച്ച് തരാം എന്നും പറഞ്ഞിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. വലിച്ചെടുത്ത് ഇത്രയും പേരുണ്ടല്ലോ, ഇത്രയും ക്ഷമിക്കേണ്ട ആവശ്യമില്ല. ഈ തൊണ്ണാൻ പോലെ ഇരിക്കുന്ന പെണ്ണുമ്പിള്ളയെ വലിച്ചഴച്ച് ജീപ്പിനകത്ത് തള്ളിയിട്ടിട്ട് കൊണ്ടുപോകണം. അതാ ചെയ്യേണ്ടത്. എന്നാലേ ഇത് കണ്ടു നിൽക്കുന്നവർക്കും ഒരു ഭയം തോന്നത്തുള്ളൂ. കുറ്റം ചെയ്യുന്നവരെ ഒരിക്കലും ഇങ്ങനെ ഭയന്ന് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഈ കടയിൽ നിന്ന് ബിരിയാണി എല്ലാം മേടിച്ചിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. അത് നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം ബിരിയാണിയൊക്കെ നന്നായിട്ട് തട്ടും എന്നുള്ള കാര്യം. നല്ല പുളിച്ച ചീത്തയും വിളിക്കുന്നുണ്ട് കേട്ടോ. DNA ടെസ്റ്റ്
DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞാലും ഒരു പെയിൻറ് കുടിച്ചത് എന്നുള്ളത് എൻ്റെ ഇഷ്ടം, അതിനുള്ള തുണ്ട് വേണമെങ്കിലുണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം എന്നാണ് പറയുന്നത്. എന്നിട്ട് പോലീസുകാരോട് പറയാണ് പോയെന്നൊന്നും പറയണ്ട, എനിക്കറിയാൻ പോവാൻ. പിടിച്ച് കുറ്റികളൊക്കെ ഒരെണ്ണം കൊടുത്തിട്ട് ചവിട്ടി കൂട്ടി വണ്ടിക്കകത്ത് എടുത്തിട്ടുണ്ട് പോവാനുള്ളതിനെ. ഒരുത്തികളും ആണുങ്ങൾ പോലും ഇത്ര കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇതുപോലെയുള്ള കുലസ്ത്രീകളുണ്ടല്ലോ മറ്റു സാധാരണ മനുഷ്യർക്ക് പോലും നാണക്കേടാണ്. ഇവളുമാരെയൊക്കെ ഉണ്ടല്ലോ നല്ല വൃത്തിക്ക് അടിക്കണം, പത്തല് വെട്ടി ആറയണം ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾ കാണിച്ച് സമൂഹത്തിന് തെറ്റായ മെസ്സേജ് നൽകുന്നതിന്. അതോടൊപ്പം തന്നെ എനിക്ക് ആ പോലീസ് ഓഫീസേഴ്സിനോട് എല്ലാവരോടും പറയേണ്ടത് ഇത്രയും ക്ഷമയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. പൊതുജന മധ്യത്തിൽ വന്നിട്ട് ഈ തോന്നിമാസം കാണിക്കുന്ന ഇവളുമാരുടെ അടുത്തൊന്നും ഇങ്ങനെ ക്ഷമയോടുകൂടി നിൽക്കേണ്ട ഒരാവശ്യമില്ല. രണ്ടെണ്ണം പിടിച്ച് ചേകിട പുളക്ക രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് വലിച്ച് ചവിട്ടി കൂട്ടി ആ ജീപ്പിലിട്ടുകൊണ്ട് പോകണം. ഇങ്ങനെയുള്ള തമ്മാടിത്തരം കാണിക്കുന്ന ഇവളുമാരെയൊക്കെ സമൂഹത്തിന് ഇവളൊക്കെ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? എന്നിട്ട് പറയുന്നത് എന്താണ്? അയ്യോ എൻ്റെ കുഞ്ഞ് എന്നെ കാണാഞ്ഞ് വിഷമിക്കും, എൻ്റെ മോള് കണ്ട വിഷമിക്കും എന്നൊക്കെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നേരെ മറിച്ച് ആണുങ്ങളാണ് വന്നിരുന്നെങ്കിൽ, ആൺ പോലീസ് ആയിരുന്നു എങ്കിലുണ്ടല്ലോ രണ്ട് പൊട്ടിച്ച് അവന്മാർ ഇവന്മാരെയൊക്കെ രണ്ട് പൊട്ടിച്ച് സാറന്മാരെ എടുത്തിട്ടുകൊണ്ട് പോയാനെ. പൊട്ടിക്കുന്നത് ചിലപ്പോൾ പൊട്ടിക്കില്ലായിരിക്കും, പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കില്ലായിരിക്കും, പക്ഷേ ചവിട്ടി കൂട്ടി എടുത്തിട്ടുകൊണ്ട് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളങ്ങനെയുള്ള പല വാർത്തകളിലും പല ഇതിലും അങ്ങനെയുള്ള സീനുകൾ കണ്ടിട്ടുണ്ട്. അടിച്ചില്ലെങ്കിൽ പോലും അവർ തൂക്കിയെടുത്തുകൊണ്ട് പോവും അപ്പോഴത്തന്നെ. ഇത് ഇത്രയും ഇവരുടെ പിന്നാലെ അലയേണ്ട കാര്യമൊന്നുമില്ല. എന്താല്ലേ, ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണെന്ന് പറയുന്നത് ആ കുടുംബത്തിലെ അച്ഛനമ്മമാരാണ്. അമ്മമാർ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവർക്കൊക്കെ ജനിക്കുന്ന പിള്ളമാർ ഏത് രീതിയിലായിരിക്കും വരിക? ശരിക്കും പറയുകയാണെങ്കിൽ നമ്പർ 1 കേരളം കേട്ടോ, നമ്പർ 1. ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഇത് തന്നെ പറയണം, ദൈവത്തിൻ്റെ സ്വന്തം നാട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഓരോ ദിവസവും വരുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ രോമാഞ്ചം ഉണ്ടാവുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ എന്താ ചെയ്യുക, ഇതിനൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ജുഡീഷ്യറിയൊക്കെ വിചാരിച്ചാലേ പറ്റുള്ളൂ. നമ്മുടെ ഈ രാജ്യത്തെ കുറേ നിയമങ്ങളിൽ ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്ത് ചെയ്യാം, നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇതുപോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം തന്നെയാണ്. ലഹരി വസ്തുക്കളുടെ മുഖ്യ ഉറവിടം കണ്ടെത്തുക, അത് നശിപ്പിക്കുക, അത്രമാത്രമേ അതിന് ഒരു പ്രതിവിധിയായിട്ടുള്ളൂ. സാധാരണ ചെയ്യുന്നത് ലഹരി വസ്തുക്കളൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് കൊണ്ടുവരുന്ന ആളിന് നേരെയായിരിക്കും ഒരു കേസ് വരുന്നത്. അത് എന്നിട്ട് അതങ്ങ് ഒതുക്കി കളയുന്നു. അതല്ലെങ്കിൽ അതിൻ്റെ ഏജൻറ്റുമാരായിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ അപ്പോഴും ഇതിൻ്റെ മുഖ്യമായ കേന്ദ്രം എവിടെയാണെന്നുള്ളത് ആരും കണ്ടുപിടിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നുമില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് കേസുകൾ. എന്തായാലും ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും പ്രതികരിക്കാനുള്ള അവകാശമുള്ളത് കൊണ്ട് പ്രതികരിച്ചു എന്നേ ഉള്ളൂ. ഈ ഒരു വിഷയത്തെ ചൊല്ലി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും
ബൈ.